ഗൈസ്, നിങ്ങൾ ഈ വെജ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടേ ചപ്പാത്തി ചമ്മന്തി അല്ലെങ്കിൽ ചപ്പാത്തി സാലഡ് കോംബോ ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എല്ലാ വെജ് റെസ്റ്റോറൻറ്റിലും പോകുമ്പോഴും മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഈ ചപ്പാത്തി ചമ്മന്തി കോംബോയാണ്. അപ്പം ഞാൻ വിചാരിക്കും എന്താ ഇപ്പം ഇത്ര ടേസ്റ്റ് എന്ന്. ഇന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കൊള്ളാട്ടോ, സംഭവം അത്ര മോശമൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചപ്പാത്തി സാലഡ് കോംബോ ആണ്. ചപ്പാത്തി ചമ്മന്തിയും നല്ല ടേസ്റ്റ് ഉണ്ട്, എന്നാലും ചപ്പാത്തി സാലഡ് കോംബോ കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ഊത്തപ്പം, ആസ് യൂഷ്വൽ ഊത്തപ്പം തന്നെയായിരുന്നു. ഊത്തപ്പം, ബട്ടൂറ ഇതൊക്കെയാണ് ഞാൻ വെജ് റെസ്റ്റോറൻറ്റിൽ പോയി ഓർഡർ ചെയ്യാറ്. സാധാരണ നമുക്ക് ഈ മസാല ദോശ, നെയ് റോസ്റ്റ് ഇതൊക്കെ ആയിരിക്കും അധികം ആൾക്കാർ ഓർഡർ ചെയ്യുന്നത്. ഇത് മിക്കപ്പോഴും ചെറുപ്പം തൊട്ടേ കഴിച്ച് മടുത്തോണ്ട് ഞാൻ എപ്പോഴും വെറൈറ്റി ആയിട്ട് ഊത്തപ്പം ട്രൈ ചെയ്യും. ഊത്തപ്പം ഇപ്പം ഏകദേശം മടുത്തു തുടങ്ങി. ഇനി ചപ്പാത്തി ചമ്മന്തി കോംബോ ആക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ചപ്പാത്തി സാലഡും നന്നായിട്ട് പോയോണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഊത്തപ്പം സാലഡും കൂടി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. അത് ഇത്തിരി പാളിപ്പോയി. എന്തായാലും ദോശയും തൈരും തമ്മിൽ അത്ര ചേരില്ല തോന്നുന്നുണ്ട്, അത് പോരായിരുന്നു. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ നല്ല കേട്ടോ. ഞങ്ങളെ സ്ഥിരം വന്ന് കഴിക്കുന്ന റെസ്റ്റോറൻറ്റാണ്. എന്തായാലും ഇവിടുത്തെ മസാല ദോശയും ഒക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, കൊള്ളാം. ഇവിടുത്തെ ബട്ടൂറയും സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ. ഊത്തപ്പം പിന്നെ ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. വടയും നല്ല മുരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ചിലപ്പോൾ അത്ര മുരിയാതെ ഇരിക്കാറുണ്ട്, ഇത് നല്ല മുരിഞ്ഞ് നല്ല ചൂടോട് കൂടിയുള്ള വടയായിരുന്നു, അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല ചൂടുള്ള വെള്ളവും തരും. ഒരു ഹോട്ടലിൽ പോയാലേ നല്ല ചൂടുള്ള വെള്ളം തരികയാണെങ്കിൽ നമുക്ക് ഏകദേശം ആ ഹോട്ടലിൻ്റെ വൃത്തി നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ ചപ്പാത്തി സൂപ്പർ സോഫ്റ്റ് ചപ്പാത്തി ആയതുകൊണ്ട് ഹസ്ബൻഡ് ആണെങ്കിൽ ഇതിപ്പോൾ 4ാമത്തെ ചപ്പാത്തി ഓർഡർ ചെയ്തു. എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായയും കുഴപ്പമില്ല, നല്ല കടുപ്പുള്ള നല്ല ചായയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടി കഴിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എത്ര രൂപയാവും. ബില്ല് നോക്കിയപ്പോഴല്ലേ നല്ല ലാഭമായിട്ട് തോന്നി. ആകെ കൂടി 251 രൂപ ഇത്രയും കഴിച്ചിട്ടായുള്ളൂ. ഈ ലൊക്കേഷൻ എവിടെയാണെന്നറിയോ? മെഡിക്കൽ കോളേജ്